ഒരിക്കൽ വേദപാഠ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുയർന്നു. അതിങ്ങനെയാണ്: ആദ്യ കുർബാന കൈക്കൊണ്ടപ്പോൾ നമ്മൾ സ്വീകരിച്ച ഈശോ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ. പിന്നെന്തിനാണ് അതേ ഈശോയെ എല്ലാ ദിവസവും നമ്മൾ സ്വീകരിക്കുന്നത്? അങ്ങനെയൊരു ക്വസ്റ്റ്യൻ ആരോടും ചോദിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ ഉയർന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ലഭിച്ച ഉൾക്കാഴ്ച, എനിക്ക് ലഭിച്ച അറിവ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. അതായത്, ഒരു ഗ്ലാസ് നിറയെ പ്ലെയിൻ വാട്ടർ, സാദാ വെള്ളം ഉണ്ടെന്ന് സങ്കല്പിക്കുക. ആ വെള്ളത്തിലേക്ക് ഒരു തുള്ളി പാൽ ഒഴിച്ചാൽ ആ വെള്ളത്തിൻ്റെ കളർ മാറുന്നു. എന്നാൽ എല്ലാ ദിവസവും ഓരോ തുള്ളി പാൽ ഒഴിച്ചാൽ മാസങ്ങൾക്ക് ശേഷം ആ ഗ്ലാസ്സിലെ വെള്ളം പൂർണ്ണമായി മാറുകയും അത് പാലായി തീരുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെയാണ്. ആദ്യ കുർബാന കൈക്കൊണ്ട അവസരത്തിൽ ഒരു തുള്ളി പാൽ വീണ വെള്ള ഗ്ലാസ് പോലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഈശോയാകുന്ന പാൽത്തുള്ളി ഒരു തുള്ളി വീണു. എല്ലാ ദിവസവും നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പോൾ ആ പാൽത്തുള്ളി വളർന്ന് ആ വെള്ളം പൂർണ്ണമായും പാലായി മാറുന്നു. മാസങ്ങൾക്ക് ശേഷം ആ വെള്ളത്തിൽ പാല് പൂർണ്ണമായും വർദ്ധിക്കുകയും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതാവുകയും ചെയ്യുന്നു. അതുപോലെ എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കുമ്പോൾ, ഈശോ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ഈശോ നമ്മിൽ വളരുകയും നമ്മൾ പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്യുന്നു. വിശുദ്ധരുടെ എല്ലാം ജീവിതങ്ങൾ ഇങ്ങനെയാണ് രൂപപ്പെട്ടത്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെയെങ്കിൽ എല്ലാവരും എന്താണ് വിശുദ്ധരാകാത്തത്? എന്തുകൊണ്ടാണ് എല്ലാവരും വിശുദ്ധരാകാത്തത്? അതിനുത്തരവും എൻ്റെ മനസ്സിൽ കിട്ടിയത് ഇങ്ങനെയാണ്: ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ എന്തെങ്കിലും അശുദ്ധിയുണ്ടെങ്കിൽ, ഉപ്പുരസമോ പുളിരസമോ ഉണ്ടെങ്കിൽ അതിലേക്ക് വീഴുന്ന പാല് ചീത്തയായി പോവുകയും അത് പുറത്തെറിഞ്ഞ് കളയുകയും ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ആ ഗ്ലാസ്സിലെ വെള്ളം ശുദ്ധമാണെങ്കിൽ അത് പാലായി ക്രമേണ രൂപപ്പെടുന്നു. അതുപോലെ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അശുദ്ധി ഉണ്ടെങ്കിൽ, പാപക്കറകളുണ്ടെങ്കിൽ, അസൂയ, വെറുപ്പ്, വിദ്വേഷം, വേറെ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ കടന്നു വരികയും ആ ഈശോ നമ്മിൽ വളരാതെ വിഷമത്തോടെ ഇറങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ടാണ് 51 സങ്കീർത്തനത്തിൽ പറയുന്നത്, അങ്ങയുടെ ആത്മാവിനെ എന്നിൽ നിന്നും തിരസ്കരിക്കരുത് എന്ന്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോ നമ്മിൽ വളരുവാൻ നമുക്ക് നല്ല ഒരുക്കമുള്ളവരായിരിക്കാം. നന്നായി ഒരുങ്ങിയ നിർമ്മലമായ ഹൃദയത്തോടെ ഓരോ ദിവസവും ദിവ്യബലിക്കായി അണയാം. നിർമ്മലമായ നിഷ്കളങ്കമായ ഹൃദയത്തിലേക്ക് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാം. അങ്ങനെ അവൻ നമ്മളിൽ വളരുകയും നമ്മൾ കുറയുകയും ചെയ്യണം. ഓരോ ദിവസവും ഈശോയിലേക്ക് നടന്നുകൊണ്ട് വിശുദ്ധിയിൽ നമുക്ക് വളരാം. ആമേൻ.